ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രകൻ ലിവിയ ജോസ് പോലീസ് കസ്റ്റഡിയിൽ. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ലിവിയ പിടിയിലായത്. ദുബായിൽ നിന്ന് മുംബൈ വഴി നാട്ടിലേക്ക് എത്താനായിരുന്നു നീക്കം. ഇപ്പോൾ വിവരങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ ചേരുന്നു. ശരത്ത്, ഇത് വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയ സംഭവമാണ്. അതിലാണിപ്പോൾ മുഖ്യ ആസൂത്രകൻ പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? അജിഷാദ്, ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിട്ടുള്ള ഷീല സണ്ണിയെ ഇത്തരത്തിൽ വ്യാജ ലഹരി കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവത്തിനകത്താണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. കേസിലെ മുഖ്യ ആസൂത്രക എന്ന് പറയുന്ന ലിവിയ ജോസാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ലിവിയെ മുംബൈയിലെ വിമാനത്താവളത്തിൽ നിന്നാണ് ഷീലയുടെ ബന്ധു തന്നെയല്ലേ ലിവിയ? ശരത്, അജിഷാദ്, ലിവിയ ഈ പറയുന്ന ഷീല സണ്ണിയുടെ ബന്ധുവാണ്. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ എന്ന് പറയുന്നത്. മുംബൈയിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് ലിവിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത്. ദുബായിൽ നിന്ന് മുംബൈ വഴി നാട്ടിലേക്ക് എത്താനായിരുന്നു നീക്കം. ഇതിനിടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ലിവിയെ അറസ്റ്റ് ചെയ്യുന്നത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യപ്രതി, അതായത് ഇത്തരത്തിൽ ലഹരി എത്തിച്ചു നൽകിയ പ്രതിയെ കഴിഞ്ഞ 2 മാസം മുമ്പ് നാരായണദാസിനെ ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ നിലവിൽ റിമാൻഡിലാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു മുഖ്യ ആസൂത്രക കൂടി ഈ കേസിൽ അറസ്റ്റിലാവുന്നത്. അജിഷാദ്, ശരി ശരത്ത്. ശരത്ത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ലിവിയ പിടിയിലാകുന്നത്. ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കുകയും അതിനുശേഷം അവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഏതാണ്ട് 70ഓളം ദിവസം. അത്തരത്തിൽ ക്രൂരമായ രീതിയാണ് അവരോട് കാട്ടിയത്. ഇതിൽ ലിവിയുടെ മുഖ്യ ആസൂത്രക ലിവിയയുടെ പങ്ക് അതേ സംബന്ധിച്ച് ബോധ്യമായിരുന്നു. അന്വേഷണ സംഘം അവരെ തേടുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അവരെ മുംബൈ വഴി നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ശരത് ഓങ്ങല്ലൂർ നൽകിയത്.